യമക്കുട്ടി അവിടെ എന്തൊക്കെ ചെയ്തു? തൈര് കടഞ്ഞു, പിന്നെന്തൊക്കെ ചെയ്തു? അല്ലേ ചോദിച്ചാ തൈര് കടഞ്ഞിട്ടല്ലേ വെണ്ണ ഉണ്ടാക്കണേ. പിന്നെ ഇടയ്ക്ക് വെള്ളം കോരുന്നുണ്ടായിരുന്നല്ലോ. അതിങ്ങനെ കൊടം ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. നനയാൻ വേണ്ടിട്ട്. ഓക്കെ. കൃഷ്ണന്റെ അടുത്ത് പിണങ്ങിയ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ പിന്നാലെ നടന്നു. അങ്ങനെയാണ് കഥ. അതാണ് രാധ എന്നോട് ഇങ്ങനെ മിണ്ടി. രാധയ്ക്ക് ഇഷ്ടപ്പെട്ടോ കൃഷ്ണനെ? രാധ ഡാൻസ് ചെയ്യുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ട് ഡാൻസ് ചെയ്യണേ അല്ലേ? അമ്മ എവിടെ? അമ്മ അമ്മ കാണിച്ചു കൊടുക്കണം. കണ്ടക്ട് ചെയ്യാം. അതെ. അതെന്തിനായിരുന്നു ആ മുല്ലപ്പൂ? ഇത് കണ്ട് ഇതെല്ലാം തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാ. അവള് പ്രാക്ടീസ് ചെയ്യുമ്പോ എപ്പോഴും എന്റെ ബാക്കിലൊക്കെ ഇരിക്കുക. അപ്പൊ അവളുടെ അമ്മ പറഞ്ഞു എപ്പോഴും ഞാൻ എന്റെ ഫ്രണ്ടിൽ ഈ സൈഡിൽ ഇരിക്കണമെന്ന്. അപ്പൊ അത് അറിയാൻ വേണ്ടിട്ട് അവിടെ വെച്ചാണല്ലേ ഒരു മാർക്ക് വെച്ചത് അവിടെ. അതെ, എനിക്ക് അവസാനത്തെ ആ സ്റ്റെപ്പും ഇഷ്ടപ്പെട്ടു. രാധകുട്ടി പ്രോപ്പർട്ടീസ് ഒക്കെ തിരിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ്. അതെ, അടുക്കും ചിട്ടയുള്ള കുട്ടിയാണ്. മാർക്ക് ചെയ്യാൻ വെച്ച മുല്ലപ്പൂ എടുത്തു വെച്ചു. അത് ചുരുട്ടി അത് നമുക്ക് കൈ പിടിക്കാൻ കൊണ്ടുവാ, അല്ലെ അത് ചുളുങ്ങി പോവും. അമ്മയ്ക്ക് കൊടുക്കാം. എന്താണ് വിശേഷം? ഇടിമുഴിക്കലുണ്ട് എന്നെ ദീപം തെളിയിക്കാൻ വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ചെറിയ വിളക്കായിരിക്കും. ചെന്നപ്പോ വലിയ വിളക്ക്, മതങ്ങൾ അത്രയുള്ള വിളക്ക്. ദീപം തെളിച്ചേ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന വേറെ ഇവിടുത്തെ ഉണ്ണിയങ്ങളല്ല, വേറൊരു അവിടെ അടുത്തൊരു ഉണ്ണിയങ്ങളുണ്ടായിരുന്നു. ആ ഉണ്ണിയങ്ങൾ എന്നെ സഹായിച്ചു. കാര്യം കൂടി ഉണ്ട്. ഞാനുണ്ടല്ല മധുവങ്ങളുടെ പർപ്പിൾ ബാൻഡ് കാണാന് തൃശ്ശൂര് വന്നായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഉറങ്ങിപ്പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ആ കഴിഞ്ഞ് എന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. അവിടേക്ക് പോയപ്പോ 2 ബ്ലാക്ക് ക്യാറ്റ്സ് എന്നെ തടഞ്ഞു വെച്ചു. മധുവങ്ങളെ ഉറക്കെ വിളിച്ചാ പോരായിരുന്നോ? മധുങ്ങളുടെ സ്വന്തം ആളാന്ന് പറയണ്ടായിരുന്നോ? 2 ബ്ലാക്ക് ക്യാറ്റ്സ് കൂടി റിഹേഴ്സൽ എങ്ങനെ ഉണ്ടായിരുന്നു? യാമക്കുട്ടിയുടെ പ്രാക്ടീസ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രാക്ടീസ് ചെയ്യുമ്പോ ഇവള് വേറൊരു ഷാൾ ഇവിടെയൊക്കെ കെട്ടി വെച്ചിട്ട് എങ്ങനെയൊക്കെ കെട്ടി വെച്ച്. അപ്പൊ ഫസ്റ്റ് ഞാൻ ആ സമയത്ത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇത് ശരിക്കും രാധേനെ പോലെ തന്നെ ഉണ്ട്, യാമീനെ പോലെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അത്ര ഇഷ്ടപ്പെട്ടു. യാമിക്ക് ഇഷ്ടപ്പെട്ടോ കൃഷ്ണനെ? ഞാൻ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോ ഡ്രസ് ഒന്നും ഇട്ടില്ല, ആകെ ഓടക്കുയില് മാത്രമേ എടുത്തുള്ളൂ. അവസാനം കൃഷ്ണനെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടല്ലോ. അതെ, അത് കുറച്ച് കഴിഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് വന്ന് കെട്ടിപ്പിടിച്ചതാ. ഒന്നുകൂടെ കെട്ടിപ്പിടിക്കാമോ? യാമി എങ്ങനെയാണ് കൃഷ്ണനെ കെട്ടിപ്പിടിച്ചത്? താഴെ വെക്കാം നമുക്ക്. ഈ കുടം സമ്മതിക്കില്ല അത്. അവളുടെ കയ്യിൽ തന്നെ കെട്ടിപ്പിടിച്ചോ? താഴെ വെച്ചിട്ട് എടുക്കാൻ മറന്നു. ഞങ്ങൾ ഓർമ്മിപ്പിക്കാം. ഞങ്ങൾ 4 പേര് അവിടെ വെച്ചോ, ഞങ്ങൾ ഓർമ്മിപ്പിക്കാം. കാര്യം പറയട്ടെ, കണ്ടെന്നത് കാരണം ഇവൾക്ക് മിഠായി മഴ വരുമ്പോ മിഠായി ഇതിനകത്തേക്ക് വെൽ പ്ലാൻഡ്.